കുറച്ചധികം ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കി നോട്ട്സ് കണ്ടാലോ? പല ടൈപ്പിലും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡിലെങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാക്കാൻ പറ്റും. കാരണം നമ്മൾക്ക് സാധാരണയായിട്ട് കാണുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ ലൈക്ക് ഷെയറൊക്കെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാവരിലേക്ക് എത്താൻ സഹായിക്കുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമുക്ക് ഫസ്റ്റ് മെത്തേഡിലേക്ക് പോവാം. ഈ ഒരു മെത്തേഡ് നിങ്ങൾ പലർക്കും അറിയുന്നൊരു മെത്തേഡായിരിക്കും. പേപ്പർ പീസ് എടുത്തിട്ട് അതിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിന് നിങ്ങൾ ആദ്യം ഒരു കോട്ടൺ പീസിലേക്ക് കുറച്ച് ഓയിലാക്കിയിട്ട് അത് നമ്മളെ പേപ്പറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ആക്കുമ്പം കുറച്ച് ഓയിൽ യൂസ് ചെയ്താൽ മതി. പിന്നെ പണി കിട്ടാനും ചാൻസ് കൂടുതലുള്ളൊരു മെത്തേഡ് കൂടിയാണ്. പിന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾ കിച്ചണിൽ പോയിട്ട് ഓയിൽ എടുത്ത് അമ്മയുടെ കയ്യിൽ നിന്ന് തല്ലൊന്നും വാങ്ങിക്കൂട്ടണ്ട. വീട്ടിൽ ചീത്തയായിട്ടുള്ള ഓയിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി. ഇല്ലാത്തവരെന്ത് ചെയ്യുക, ഇനിയും മെത്തേഡ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. പേപ്പറിൽ മൊത്തത്തിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എക്സസ് ആയിട്ടുള്ള ഓയിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കണം. ശേഷം അതൊന്ന് ഡ്രൈ ആവാൻ വെക്കണം. അത് ഡ്രൈ ആവാൻ വെക്കുമ്പോൾ നമ്മൾ പേപ്പർ പീസിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ബുക്സിൻ്റെ ഉള്ളിലോ അതോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിൻ്റെ ഉള്ളിലോ ആയിട്ട് ഈ ഒരു പേപ്പർ വെക്കുകയാണെങ്കിൽ നമുക്കതിലുള്ള ഓയിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റും. ഒരു ഡേ കംപ്ലീറ്റ് ആയിട്ട് വെക്കുക. അപ്പം നമ്മളെ പേപ്പർ ഇവിടെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഞാൻ വേറെയും കുറേ ചെയ്തെടുത്തിട്ടുണ്ട്. കളർഫുൾ പേപ്പേഴ്സിലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേണ്ട സൈസിൽ വേണ്ട ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ബുക്സിലൊക്കെ ആവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇതിൽ ഓയിലൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഈ പേപ്പേഴ്സ് വെച്ചിട്ട് ഞാൻ 2 തരത്തിലുള്ള സ്റ്റിക്കി നോട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ടാണ്. അപ്പോൾ പേപ്പർ പീസിൻ്റെ മേലത്തെ സെക്ഷൻ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അവിടെ നമുക്ക് ഗ്ലൂ സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരേ സൈസിലുള്ള പേപ്പേഴ്സ് ഒന്നിന് മേലെ ഒന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കുറച്ച് പേപ്പേഴ്സ് സെറ്റ് ചെയ്തതിന് ശേഷം അതൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്ത സ്റ്റിക്കി നോട്ട് ഫെവിക്കോള് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരേ സൈസിൽ കട്ട് ചെയ്ത് എടുത്ത പേപ്പേഴ്സിന് ഒരേ ലെവലിൽ ഒന്ന് അറേഞ്ച് ചെയ്തെടുത്തിട്ട് ഒരെൻഡിൽ നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് കളേഴ്സിൽ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം ഒരു ഷീറ്റിലേക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് വർക്കിംഗ് ആണോ നോക്കണ്ടേ. അപ്പം നമുക്ക് ബുക്സിൽ ഏതെങ്കിലും ഒരു ഇമേജ് ഒന്ന് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. നല്ല സിമ്പിളായിട്ട് പറ്റുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത മെത്തേഡിലേക്ക് പോവാം. ഇതിൽ ഞാൻ സ്പൈറൽ ബൈൻഡിങ്ങിൻ്റെ ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കതൊന്ന് വേണ്ട സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ കഴിഞ്ഞതിൽ ഗ്ലൂ സ്റ്റിക്ക് അല്ലെങ്കിൽ ഫെവിക്കോൾ യൂസ് ചെയ്തെടുത്ത് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് സെല്ലോ ടാപ്പാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഒരു പീസ് വെക്കുക. അതിൻ്റെ ഒരു എൻഡിൽ നമുക്ക് സെല്ലോ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് സെയിം സൈസുള്ള പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും സെല്ലോ ടാപ്പ് അങ്ങനെ ചെയ്തെടുക്കാം. ഇതൊക്കെ നമുക്കൊരു പേപ്പറിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. നല്ല ക്യൂട്ടാണ് കാണാൻ. ഇനി ഇത് വർക്കിംഗ് ആണോ നോക്കണം. അതിന് നമുക്കൊരു ബുക്കിൽ വെച്ച് നോക്കാം. നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പോലെ ഓയിലിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല. അത് മാത്രമല്ല, നമ്മളിതിൽ വൈറ്റ് ബോർഡ് മാർക്കറൊക്കെ വെച്ചിട്ടാണ് എഴുതുന്നതെങ്കിൽ അത് മായ്ച്ചിട്ട് ഇത് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത മെത്തേഡിലേക്ക് പോവാം. ഇതും വലിയ പണിയൊന്നും ഇല്ലാത്ത മെത്തേഡാണ്. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബട്ടർ പേപ്പറാണ്. അതാകുമ്പോൾ നമുക്ക് 4 രൂപക്കൊക്കെ വലിയ ഷീറ്റ് കിട്ടും. അത് നമുക്ക് വേണ്ട സൈസിൽ വേണ്ട ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ശേഷം അത് വെച്ചിട്ട് നമുക്ക് സ്റ്റിക്കി നോട്ട് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഞാൻ 3 മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നുകിൽ ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഫെവിക്കോൾ പോലുള്ള എന്തെങ്കിലും യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, സെല്ലോ ടാപ്പ് യൂസ് ചെയ്യാം. ഞാൻ സെല്ലോ ടാപ്പ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒന്നിന് മേലെ ഒന്നായിട്ട് അറേഞ്ച് ചെയ്തെടുക്കുക. ശേഷം നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന ടൈമിൽ കറക്റ്റ് ലെവലിൽ കിട്ടണമെന്നൊന്നുമില്ല. അപ്പം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ലെവലായിട്ട് കിട്ടും. ഇനി ഇതൊക്കെ ഒന്ന് ഞാൻ ഒരു ഷീറ്റിലേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതും നമുക്ക് വർക്കിംഗ് ആണോ നോക്കണ്ടേ. വർക്കിംഗ് ആണ്. അപ്പം നമുക്ക് അടുത്ത മെത്തേഡിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് മെത്തേഡ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്
ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പാക്കിംഗ് കവറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് യൂസ് ചെയ്യാം. ഇത് നമുക്കൊന്ന് വേണ്ട സൈസിൽ വേണ്ട ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ശേഷം ഇത് വെച്ചിട്ട് സ്റ്റിക്കി നോട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി. അതിന് സെല്ലോ ടാപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് നമ്മൾ അവിടെ ഒരു സ്റ്റിക്കി നോട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. പിന്നെ അത് മാത്രമല്ല, നേരത്തെ പോലെ തന്നെ നമ്മൾ വൈറ്റ് ബോർഡ് മാർക്കറൊക്കെ വെച്ചിട്ടാണ് എഴുതുന്നതെങ്കിൽ നമുക്കത് മായ്ച്ചിട്ട് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കി നോട്ട്സിൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.